2025 മാർച്ച് 29 മഹാശനിമാറ്റം വരുന്നു. സൂര്യദേവന്റെ പുത്രനെയാണ് ശനി എന്നറിയപ്പെടുന്നത്. ശനി ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകും. ശനിയെ ക്രൂരഗ്രഹമായി കണക്കാക്കുന്നതിൻ്റെ കാരണം യാതൊരു വ്യത്യാസവുമില്ലാതെ കർമ്മഫലം നൽകുന്നു എന്നതുകൊണ്ടാണ്. ശനിക്ക് രാശി മാറാൻ 2.5 വർഷത്തെ സമയം വേണം. അതുകൊണ്ട് തന്നെ 12 രാശിചക്രം പൂർത്തിയാക്കാൻ ശനിക്ക് 30 വർഷത്തെ സമയമെടുക്കും. 2025 ശനി രാശി മാറും. ഇതിലൂടെ 3 രാശിയിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഈ സമയം ശനി കോപമുണ്ടാക്കും. അതിലൂടെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ രാശികൾ ഏതൊക്കെയാണെന്ന് അറിയാം. വേദജ്യോതിഷപ്രകാരം 2.5 വർഷത്തിന് ശേഷം മാർച്ച് 29 ശനി കുംഭം വിട്ട് മീനരാശിയിൽ പ്രവേശിക്കും. മീനരാശിയുടെ അധിപൻ വേദഗുരു വ്യാഴമാണ്. 2027 വരെ ശനി ഈ രാശിയിൽ തുടരും. ഈ കാലയളവിൽ ശനി 3 തവണ നക്ഷത്രം മാറും. മേടം രാശി 2025 ഇവർക്ക് അല്പം ബുദ്ധിമുട്ടേറും. ശനിയുടെ രാശിമാറ്റം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം സമ്മർദ്ദത്തിലാക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവർ പഠനത്തിൽ ഉഴപ്പും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. വസ്തുവകകൾ നഷ്ടപ്പെടേണ്ടി വന്നേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബോസുമായി നിങ്ങൾക്ക് തർക്കമുണ്ടാകാം. ശനിയുടെ കോപം ശമിപ്പിക്കാൻ എല്ലാ ശനിയാഴ്ചയും കറുത്ത നായ്ക്കൾക്ക് ഭക്ഷണം നൽകുക. അത്യാവശ്യക്കാരെ സഹായിക്കുക. ചിങ്ങം രാശിക്കാർക്ക് മാർച്ച് 29 ശേഷം ശനിയുടെ ദോഷദൃഷ്ടി ഈ രാശിക്കാരെയും ബാധിച്ചേക്കാം. ഏത് ജോലി ചെയ്താലും ശരിയായ ഫലം ലഭിക്കില്ല. സാധാരണ ജോലി തടസ്സപ്പെടും. അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ നിങ്ങളുടെ സൽപ്പേരിന് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും നിങ്ങളിലൂടെ വന്നു ചേരും. അയൽക്കാരുമായി തർക്കമുണ്ടാകാം. കോടതി പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ശേഷിയനുസരിച്ച് കുഷ്ഠരോഗികളെ സേവിക്കുക. ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ പോയി എണ്ണ അർപ്പിക്കുകയും ആവശ്യക്കാർക്ക് ദാനം ചെയ്യുകയും ചെയ്യുക. കുംഭൻ രാശിക്കാർക്ക് 2025 ശനി കുംഭം വിട്ട് മീനരാശിയിൽ പ്രവേശിക്കും. ഇതുമൂലം കുംഭൻ രാശിക്കാർക്ക് വൻ നഷ്ടത്തിന് സാധ്യത. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രയത്നം ഫലം കാണില്ല. കുടുംബത്തിലെ ഒരംഗത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചേക്കാം. അതുവഴി നിങ്ങളുടെ സമ്പാദ്യമെല്ലാം ചിലവഴിക്കും. ആവശ്യക്കാർക്ക് ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്യുക. 2025 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. ശനി ജാതകത്തിൽ ഇഷ്ടഭാവത്തിലും ബലവാനും ആയിട്ടുള്ളവർക്ക് ശനിദോഷം അത്രയധികം ബാധിക്കുകയില്ല. 2025 വ്യാഴം അനുകൂല സ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അഷ്ടമശനി ദോഷകാഠിന്യം കുറയ്ക്കാനിടയുണ്ട്.